ഈ കുരുവട്ടൂരികൾ ഓരോന്ന് പറയണത് കേൾക്കുമ്പോഴേ ഒരേ സമയം ചീറിയും വരും സങ്കടം വരും. ഇറ്റിങ്ങൾ പറഞ്ഞ പൊട്ടപ്പോയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികം എങ്ങനെ ചിരിക്കാതൊക്കെയാ സങ്കടം. റബ്ബെ ഈ സാധുക്കൾ ആ സുറൈമാണ്ടിൻ്റെയും കോമാണ്ടിൻ്റെയും ചേക്കുട്ടി പപ്പാൻ്റെ ആ വരയത്ത് പൊട്ടുകാണ്ട് ഈ കോലത്തിൽ ഇറ്റിങ്ങൾ പൊട്ടന്മാരും മരമണ്ടൂസുകളായി പോയല്ല പഠിച്ചോനെ എന്നല്ല ആ ഒരു സങ്കടം. എന്താ നമ്മൾ കാട്ടുക? അത് കുഞ്ഞുമാൻ്റെ ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ അതിലേറെ ചിരിച്ചു പോയി. പണ്ടൊരു സാധു പൊട്ടൻ പോകാൻ പറഞ്ഞേ പിന്നെ അറക്കൽ ബീവിനെ കെട്ടാനേ ഞാൻ കെട്ടാൻ തീരുമാനിച്ചാണ്, 50% ഓക്കെയാണ് പറഞ്ഞു. അവൻ ചോദിച്ചു, അതെന്താ അറക്കൽ ബീവി ഇജ്ജ് കല്യാണം കഴിക്കും? 50% ഓക്കായോ? ഇന്റെ ഭാഗം ഫുള്ള് ക്ലിയർ ആണ്, ഞാൻ അവിടുന്ന് കൂടി ക്ലിയർ ആയാൽ മതിയായിരുന്നു. ആ പൊട്ടൻ അത് പറഞ്ഞാൽ നിർത്തി പോയി. ഈ കുഞ്ഞുമ എന്ത് പറഞ്ഞ പൊട്ടന് അയിമ നിർത്തിയില്ല. ഓനം കെട്ട് അത് ആ ആകരാത്രയും അതൊക്കെ ആലോചിച്ച് ഓരം കിട്ട എന്താന്നറിയോ ഓന്റെ പുളകിത വിജൃംഭിതരാകണ രംഗം. അള്ളാ, അത് കേൾക്കണങ്ങൾക്ക് ആഘോഷിച്ചരാ എമ്മാതിരി പൊട്ടൻ. ഞങ്ങൾ കാത്തിരിക്കുന്നൊരു പൊൻസുദിനുണ്ട്. എന്താന്നറിയോ? നിഴൽവാദിയെ തന്നെ കളത്തിലിറക്കിയേ ഞങ്ങളടങ്ങൂ. ഞങ്ങൾക്ക് ആ മുതലിനെ കിട്ടണ്ട, ആ മുത്ത് മാണിക്കക്കല്ലിനെ ഞങ്ങൾക്ക് കിട്ടണ്ട. എന്നിട്ട് നേർക്ക് നേരെ ഒരു പോരാട്ടം നടക്കാണ്ട് അടച്ചോനെ, അതിന് കേരളം കാത്തിരിക്കുക. നിഴൽവാദി അപ്പുറത്ത്, അതേമാതിരി ഷിയാ ഫൈസ്, പിന്നെ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും നേർന്നുകൊണ്ട് മുട്ടിപ്പടി തങ്ങൾ, ഇവരൊക്കെ കൂടി ഒരു പക്ഷത്ത്. ഇപ്പുറത്ത് ഞങ്ങൾ ഈ 3 അടുപ്പും കല്ലുകളും മാത്രം. നിങ്ങളെ ഭാഷ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങള് ആലോചിക്കുമ്പോ തന്നെ നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ വരിക അല്ലേ? എന്നിട്ടൊന്നൊന്ന് കൈകാര്യം ചെയ്യേണ്ടത് മുന്നിലേക്ക് ഇങ്ങോട്ട് കിട്ടണം, മുതലിനെ മുന്നിലുണ്ട് കിട്ടണം. ആരെ? ഈ നയൽവാദിനെ മുന്നിലുണ്ട് കിട്ടണം. എന്നിട്ട് നമുക്ക് ശരിക്കൊന്ന് ഒന്ന് 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 വേറെ വിഷയമൊന്നുമില്ല കേട്ടോ, റായത്തേറ്റ് അങ്ങോട്ട് സംസാരിച്ചൊന്ന് സാറാക്കാം. അതായത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു പൊൻസുദിന. അവന്റെ എന്താന്നറിയോ ഓന്റെ പുളകിത് രോമാഞ്ചം. ഓനെ രോമെടുത്ത് കുടിച്ചിട്ട് ആലോചിച്ചിട്ട് പോട്ടാ എന്റെ കുഞ്ഞുമാൻ്റെ ഞങ്ങളെ മുത്ത് മാണിക്കക്കല്ലിന് വിളിച്ചല്ലോ. ആ മുത്ത് മാണിക്കക്കല്ലിന് അനക്ക് വിട്ടുതരേ ആ മുത്ത് മാണിക്കക്കല്ല് നിങ്ങൾ ഈ പൊട്ടന്മാർക്ക് മയന്തേക്ക് ചങ്ങായിമാരെ. ഇങ്ങളാ 3 മയന്തുകളില്ലേ, ഞങ്ങളെ ചെറിയ മക്കളുണ്ടല്ലോ, SBS ലേറ്റസ്റ്റ് മൈൻ മക്കള്, ആ മക്കൾക്ക് പോരെ ചങ്ങായി നിങ്ങള്. എന്നിട്ടാ ഞങ്ങളെ മുത്ത് മാണിക്കക്കല്ല് നിങ്ങൾക്ക് വിട്ടുതരണേ. ഞങ്ങൾ ആൺകുട്ടികളുണ്ടോ അവിടെ? എടാ കുഞ്ഞുമാൻ, എന്നോട് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒരു ദിവസം ഒരു സ്ഥലത്ത് വെച്ച് നടത്തുന്ന പ്രസംഗം ഉണ്ടല്ലോ, അനക്ക് അതേപോലത്തെ ഒരു പ്രസംഗം ആ കിതാബിന്റെ ഉദ്ധരണികൾ ഇങ്ങനെ കാണാതെ വായിച്ചു കണ്ട്, മഹാന്മാരെ ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ ആ ചരിത്രത്തിന്റെ വിവാർത്തകൾ ഇങ്ങനെ കാണാതെ പറഞ്ഞു കണ്ട് ഉസ്താദ് നടത്തണ 1.5 പ്രസംഗം ഉണ്ടല്ലോ, ആ പ്രസംഗത്തിന് 1 മണിക്കൂർ 1.5 മണിക്കൂറാണെങ്കിൽ അതിന്റെ ഒരു 10 മിനിറ്റ് അതേപോലെ പ്രസംഗിക്കാൻ കഴിയും എനിക്ക്. എന്നിട്ട് വന്നിട്ട് പറഞ്ഞാൽ പോരെ എന്തായത്? ഞങ്ങൾ എത്ര കാലായി നിങ്ങളെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിട്ട്, നിങ്ങളെ പിന്നെ ഈ സുലൈമാണ്ടിയും ബീരാണ്ടിയും പിന്നെ കോമാണ്ടി അടക്കമുള്ള മച്ചായിക്കന്മാർ, കാലഘട്ടത്തിന്റെ മച്ചായിക്കന്മാർ ഓലിട്ട് സംഭവം ചെയ്യാറുള്ള ഏതെങ്കിലും ആൺകുട്ടികളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ എത്ര കാലായി ചങ്ങായി ചോദിക്കണേ. ഞങ്ങൾക്ക് പോരാ, ഈ സുലൈമാണ്ടി ഞങ്ങൾക്ക് പോരാ. കാരണം ഞങ്ങൾക്കൊന്ന് എന്നാലും വേണ്ടിയില്ല. സുലൈമാണ്ടിക്കൊക്കെ പല ചൂക്കും തിരിയോ ഇതെത്തെങ്കിലും തീരെ ചങ്ങായി. ആ ചങ്ങാനെ രംഗത്ത് കൊണ്ടുവന്നാൽ ഒരു 10 മിനിറ്റ് 2 മിനിറ്റ് പ്രസംഗിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമാണ്ടിന്റെ പ്രസംഗം തന്നെ നിങ്ങൾ ലൈവ് കട്ടാക്കുക, അതെന്നെ പുറത്തേക്ക് വിടാൻ ധൈര്യം നിങ്ങൾക്ക് ഇല്ല. എന്നിട്ടാ പുത്തൊക്കെ അറിയിച്ചോണ്ടോ എന്റെ പുളകിതരാതരോ ഏതാ എന്റെ രോമാഞ്ചിഫിക്കേഷൻ പോച്ചങ്ങായി. അവിടുന്ന് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ഉളുപ്പുണ്ട്. ഉളുപ്പുണ്ടോ?